നമസ്കാരം. ദക്ഷിണ മധ്യ ഉഗാണ്ടയിലെ തലസ്ഥാനമായിരിക്കുന്ന കമ്പാലയിൽ നിന്നും 21 മൈൽ തെക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമുണ്ട്. ആ നഗരത്തിൻ്റെ പേരാണ് എൻഡബെ. ഇവിടെ വിക്ടോറിയ തടാകത്തിൻ്റെ സമീപത്തായിട്ട് നിലകൊള്ളുന്ന എയർപോർട്ടിൻ്റെ പേരാണ് എൻഡബെ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഈ എയർപോർട്ടിലാണ് ലോകത്തെ നടുക്കിയ ലോക കമാൻഡോകൾക്ക് ഇന്നും പാഠപുസ്തകമായിട്ടിരിക്കുന്ന ഒരു ഓപ്പറേഷൻ അരങ്ങേറിയത്. ആ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ എൻഡബെ അഥവാ ഓപ്പറേഷൻ തണ്ടർബോൾട്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്തായിരുന്നു ഓപ്പറേഷൻ തണ്ടർബോൾട്ട് അഥവാ ഓപ്പറേഷൻ എൻഡബെ എന്നതിനെ സംബന്ധിച്ചാണ്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വർഷം 1976 ജൂൺ 27 ഞായറാഴ്ച ഇസ്രായേലിലെ ടെല്ലവീവിൽ നിന്നും എയർ ഫ്രാൻസിൻ്റെ AF-139 എന്ന വിമാനം 248 യാത്രക്കാരുമായിട്ട് പാരീസിലേക്ക് പറന്നുയർന്നു. ഇടയ്ക്ക് ഏതൻസിലെ സ്റ്റോപ്പ് ഓവർ സമയത്ത് പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പാലസ്തീൻ്റെ 2 തീവ്രവാദികളും അതുപോലെ തന്നെ 2 ജർമ്മൻ ഭീകരവാദികളും ചേർന്ന് ഈ വിമാനം ഹൈജാക്ക് ചെയ്തു. തുടർന്ന് അവർ ആ വിമാനത്തെ ലിബിയയിലേക്കും അവിടെ നിന്ന് ഉഗാണ്ടയിലെ എൻഡബയിലേക്കും വഴിതിരിച്ചു വിടുകയാണ് ഉണ്ടായത്. ഉഗാണ്ടയിൽ തീവ്രവാദികൾക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും ചെയ്തു കൊടുത്തത് ആ രാജ്യത്തിൻ്റെ തലവനായിരുന്ന, ആ രാജ്യത്തിൻ്റെ സ്വേച്ഛാധിപതിയായിരുന്ന സാക്ഷാൽ ഈദി അമീൻ ദാദയായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി തന്നെ തീവ്രവാദികൾക്ക് വേണ്ടുന്ന എല്ലാവിധ പിന്തുണയും ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ സങ്കടകരമായിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിൽ എന്തുകൊണ്ടാണ് ഈദി അമീൻ ഈ തീവ്രവാദികളെ പിന്തുണച്ചത്? അതിനൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ആ യാത്രക്കാരിൽ 248 യാത്രക്കാരിൽ പകുതിയിലധികവും ജൂതന്മാരായിരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഈദി അമീൻ ഈ പറയുന്ന തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന പിന്തുണ പ്രഖ്യാപിക്കാനായിട്ടുള്ള കാരണം ഈ 248 യാത്രക്കാരെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ വേർതിരിക്കുന്നുണ്ട്. ലോകത്തുനിന്ന് മറ്റ് പല രാജ്യങ്ങളിലുള്ള യാത്രക്കാരുണ്ട്. അവിടെ നിന്നൊക്കെ സമ്മർദ്ദം വന്നപ്പോഴേക്കും ഈ 248 യാത്രക്കാരെ ജൂതന്മാർ വേറെ, അതുപോലെ തന്നെ ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ള മനുഷ്യർ വേറെ എന്നുള്ള നിലയിൽ, യാത്രക്കാർ വേറെ എന്നുള്ള നിലയിൽ വേർതിരിച്ചിട്ട് ജൂതന്മാരല്ലാത്തവരെ എല്ലാവരെയും വിട്ടയക്കുകയാണ് ഉണ്ടായത്. ജൂതന്മാരെ തടവിലാക്കി. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ ഈദി അമീൻ എന്തുകൊണ്ട് ഈ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാരണം, ആ യാത്രക്കാരിൽ പകുതിയും ജൂതന്മാരായിരുന്നു, ജൂതവിരോധമായിരുന്നു അതിനുള്ള കാരണം എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. അങ്ങനെ ശേഷിച്ച യാത്രക്കാരെ, ഈ ജൂതന്മാരൊഴികെ ശേഷിച്ചവരെ വിട്ടയക്കുകയും ജൂതന്മാരെ തടവിലാക്കുകയും ചെയ്തു എന്നതാണ്. ഈ വേർതിരിക്കലിനെ സംബന്ധിച്ച് അന്ന് അവിടെ തടവിലാക്കപ്പെട്ട അല്ലെങ്കിൽ അന്ന് അവിടെ ബന്ദികളാക്കപ്പെട്ട ജൂതന്മാർ തന്നെ സാക്ഷീകരിച്ചിട്ടുണ്ട്. അവരിങ്ങനെയാണ് പറയുന്നത്: ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കുറച്ചുപേരെ ജോലിക്കായിട്ടും കുറച്ചുപേരെ ഗ്യാസ് ചേമ്പറുകളിൽ കശാപ്പ് ചെയ്യാനായിട്ടും വേർതിരിച്ചതുപോലെ ആയുധധാരികളായ തീവ്രവാദികൾ ഞങ്ങളെ ജൂതന്മാരെന്നും അല്ലാത്തവരെന്നുള്ള നിലയിൽ വേർതിരിച്ചു എന്നാണ് പറയുന്നത്. 48 മണിക്കൂറാണ് ഇസ്രായേലിന് തീവ്രവാദികൾ കൊടുത്ത സമയം. 48 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ, കെനിയ, അതുപോലെ തന്നെ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ ബന്ദികളാക്കപ്പെട്ട 53-ലധികം തീവ്രവാദികളെ മോചിപ്പിക്കുക. അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇത് അംഗീകരിക്കാത്ത പക്ഷം ഓരോ യാത്രക്കാരെയായിട്ട് അല്ലെങ്കിൽ ഓരോ ബന്ദികളെയായിട്ട് അവർ വകവരുത്തുമെന്നുള്ളതായിരുന്നു അവരുടെ ഭീഷണി. ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ നയതന്ത്രപരമായിട്ട് ഇടപെട്ടു നോക്കി, പക്ഷെ പരാജയപ്പെട്ടു പോയി. കാരണം ഒരു രാജ്യത്തിൻ്റെ തലവൻ തന്നെ, അതായത് ഈദി അമീൻ തന്നെ ഈ തീവ്രവാദികൾക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അമിതമായിരിക്കുന്ന ജൂതവിരോധം കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ അത് സൗമ്യമായിട്ട് പരിഹരിക്കുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഓരോ ജൂതനും വലിയ വില കൊടുക്കുന്ന, ഓരോ ജൂതൻ്റെയും ജീവനും വലിയ വില കൊടുക്കുന്ന ഇസ്രായേലിന് ഒരു കമാൻഡോ ഓപ്പറേഷൻ അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവർ കമാൻഡോ ഓപ്പറേഷനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടനയുടെ നേതൃത്വത്തിൽ എൻഡബെ എയർപോർട്ടിനെ സംബന്ധിച്ചിട്ടുള്ള അതിൻ്റെ സ്ട്രക്ചറിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അവർ ചോർത്താനായിട്ട് ആരംഭിച്ചു. ഇനി ഇസ്രായേൽ മന്ത്രിസഭയുടെ അനുമതി കൂടി ലഭിക്കണം. അത് ലഭിച്ചു കഴിഞ്ഞാൽ അവർ ഓപ്പറേഷന് തയ്യാറാണ്. അങ്ങനെ നിൽക്കുമ്പോൾ അവസാനമായിട്ട് ഇസ്രായേൽ മന്ത്രിസഭയിൽ നിന്നും അതിനുള്ള അനുമതി ലഭിക്കുകയാണ്. അതായത്
ഒരു കമാൻഡോ ഓപ്പറേഷനുള്ള അനുമതി ലഭിക്കുകയാണ്. അങ്ങനെ ഇസ്രായേൽ കമാൻഡോകൾ എൻഡബെ ലക്ഷ്യമാക്കി പറക്കുവാൻ അവർ തയ്യാറായി. പിന്നെ ഒട്ടും താമസിച്ചില്ല. ജൂലൈ 3 ഇസ്രായേൽ കമാൻഡോകൾ 4 ഹെർക്കുലീസ് കാർഗോ വിമാനങ്ങളിൽ ഫാൻഡം ജെറ്റുകളുടെ അകമ്പടിയോടുകൂടെ ഉഗാണ്ടയിലെ എൻഡബെ എയർപോർട്ട് ലക്ഷ്യമാക്കി പറന്നു. ഏതാണ്ട് 11 മണിയോടുകൂടെ ആദ്യ വിമാനം എൻഡബെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി. അതിൽ നിന്ന് 2 ജീപ്പുകളും ഒരു കറുത്ത മേഴ്സിഡസ് കാറും പുറത്തിറങ്ങി. അതിൽ മേഴ്സിഡസ് കാറിൽ ഈ മിഷൻ്റെ കമാൻഡർ ആയിരിക്കുന്ന യോനാഥൻ നെതന്യാഹുവും മറ്റ് സൈനികരും, അതേപോലെ തന്നെ ആ 2 ജീപ്പുകളിൽ കമാൻഡോകൾ. ഇവർ തങ്ങളുടെ ലക്ഷ്യസ്ഥാനമായിരിക്കുന്ന പഴയ ടെർമിനലിലേക്ക് യാത്ര തിരിച്ചു. ഇവർക്ക് അവിടെ എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു കൺട്രോൾ ടവറാണ്. ആ ടവറിൽ കാവൽ നിൽക്കുന്നതാകട്ടെ ഉഗാണ്ടൻ സൈനികരും. ഇവരിപ്പോൾ ഉഗാണ്ടൻ സൈനികരുടെ വേഷവിധാനത്തിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സംശയം തോന്നേണ്ട ആവശ്യമില്ല. ആ ഒരു കോൺഫിഡൻസിലാണ് യോനാഥനും സൈനികരും. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു? ഇവരുടെ യാത്ര തുടരുകയാണ്. ഈ ടവറിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും അവിടെ കാവൽ നിന്ന ഗാർഡുകൾ പെട്ടെന്ന് ഇവരുടെ നേരെ തോക്ക് ചൂണ്ടി ഇവരെ തടസ്സപ്പെടുത്തി, ഇവരുടെ യാത്ര തടസ്സപ്പെടുത്തി. അപ്പോഴേക്കും ഇതെന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ യോനാഥൻ ഒന്ന് അമ്പരന്നു പോയി. ഈ വിഷമവൃത്തത്തിന് ഇപ്പോൾ കാരണം മറ്റൊന്നുമല്ല, മൊസാദിന് സംഭവിച്ച ഒരു ചെറിയ പിഴവാണ്. മൊസാദ് കരുതിയിരുന്നത് ഈദി അമീൻ സഞ്ചരിക്കുന്നത് കറുത്ത മെഴ്സിഡസ് കാറിലാണെന്നാണ്. പക്ഷേ ഈ മിഷന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈദി അമീൻ തൻ്റെ കാറ് മാറ്റിയിരുന്നു. കറുത്ത മെഴ്സിഡസ് കാർ എന്നുള്ളത് അദ്ദേഹം മാറ്റി വെളുത്ത മെഴ്സിഡസ് കാർ എന്നാക്കിയിരുന്നു. ഇത് തിരിച്ചറിയുന്നതിൽ മൊസാദ് പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ യോനാഥനും കൂട്ടർക്കും ഇങ്ങനെ ഒരു അബദ്ധത്തിൽ അവർ ചെന്ന് ചാടേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത പ്രതിസന്ധി. ഈ ഗാർഡുകൾ തങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ മിഷൻ ഇവിടെ വെച്ച് ഫെയിൽഡായി പോകും. മാത്രമല്ല അവിടെ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്ന ജൂതന്മാരുടെ ജീവൻ അപഹരിക്കപ്പെടും. ഇങ്ങനത്തെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഇവരിപ്പോഴായിരിക്കുന്നത്. അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പോഴേക്കും അതിലൊരു കമാൻഡോ എന്ത് ചെയ്തു? തൻ്റെ സൈലൻസർ ഘടിപ്പിച്ച തോക്കുകൊണ്ട് ഈ 2 സൈനികരെയും വെടിപ്പിച്ച് താഴെയിട്ടു. പിന്നെ ഒട്ടും താമസിപ്പിച്ചില്ല. വേഗം അവരെന്ത് ചെയ്തു? പഴയ ടെർമിനൽ ലക്ഷ്യമാക്കി അവർ കുതിച്ചു. എന്നിട്ട് ആ ടെർമിനലിൻ്റെ അടുത്ത് നിന്നതും കമാൻഡോകൾ അങ്ങനെ ചാടി ഇറങ്ങി തങ്ങളുടെ പൊസിഷനിൽ ഈ തീവ്രവാദികളെ അമർച്ച ചെയ്യേണ്ടതിനായിട്ട് കാത്തിരുന്നു. അതിൽ ഒരു സൈനികൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേൽ കമാൻഡോകളാണ്, നിങ്ങളെല്ലാവരും നിലത്ത് കിടക്കണമെന്ന്. ഇത് പറഞ്ഞത് കേട്ട് എല്ലാവരും നിലത്ത് കിടന്നു. ഒരാൾ എഴുന്നേറ്റ് നിന്നു. ഒരു ഫ്രഞ്ച് കുടിയേറ്റക്കാരനായിരിക്കുന്ന ഒരു യാത്രക്കാരൻ മാത്രം അവിടെ എഴുന്നേറ്റ് നിന്നതിൻ്റെ ഫലമായിട്ട് അയാൾ തീവ്രവാദിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഇസ്രായേൽ കമാൻഡോകൾ അയാൾക്ക് നേരെ വെടിയുതിർക്കുകയും അയാൾ വെടിയേറ്റ് അവിടെ കൊല്ലപ്പെടുകയും ചെയ്തു. പിന്നീട് ആ ടെർമിനലിനുള്ളിലേക്ക് ഇരച്ചു കയറിയ ഇസ്രായേൽ സൈന്യം അവിടെ ഉണ്ടായിരുന്ന എല്ലാ തീവ്രവാദികളെയും അമർച്ച ചെയ്തു വധിച്ചതിന് ശേഷം ഈ യാത്രക്കാരെയുമായിട്ട്, ഈ ബന്ദികളാക്കപ്പെട്ട യാത്രക്കാരെയുമായിട്ട് അവർ തിരിച്ച് തങ്ങളുടെ പ്ലെയിനിൻ്റെ അടുത്ത് ചെന്നു. അപ്പോഴേക്കും ഏതാണ്ട് കൃത്യം 6 മിനിറ്റിനുള്ളിൽ ഈ തീവ്രവാദികളെ കൊന്ന് യാത്രക്കാരുമായിട്ട് അവർ അവിടെ തിരിച്ചെത്തിയിരുന്നു. അപ്പോഴേക്കും ബാക്കിയുള്ള വിമാനങ്ങളും അവിടെ പറന്നിറങ്ങിയിരുന്നു. യാത്രക്കാരെ സുരക്ഷിതമായിട്ട് വിമാനത്തിനുള്ളിൽ കയറ്റുന്ന സമയം ഇതറിഞ്ഞ ഉഗാണ്ടൻ സൈനികർ അവിടെ വരികയും ഇസ്രായേൽ സൈന്യത്തിന് നേരെ അതിശക്തമായിരിക്കുന്ന ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. ഇസ്രായേൽ സൈനികർ തിരിച്ച് ആക്രമിക്കുകയും അവരുടെ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ ഉഗാണ്ടൻ സൈനികരിൽ ഏതാണ്ട് 45ഓളം വരുന്നവർ അന്ന് അവിടെ കൊല ചെയ്യപ്പെട്ടു. കൂടാതെ അവിടെ ഉണ്ടായിരുന്ന MiG-21 അതുപോലെ തന്നെ MiG-17 പോലുള്ള യുദ്ധവിമാനങ്ങളെ, സോവിയറ്റ് നിർമ്മിത യുദ്ധവിമാനങ്ങളെ ഇസ്രായേൽ സൈന്യം അവിടെ ചുട്ടരിക്കുകയാണുണ്ടായത്. ഇതിൽ ഈ ആക്രമണത്തിനിടയിൽ, ഈ പോരാട്ടത്തിനിടയിൽ ഇസ്രായേലിന് സംഭവിച്ച ഒരു വലിയ നഷ്ടമായിരുന്നു കമാൻഡർ യോനാഥൻ നെതന്യാഹു. അദ്ദേഹത്തിന് വെടിയേൽക്കുകയും അദ്ദേഹം രക്തം വാർന്ന് അങ്ങനെ അവിടെ മരിക്കുകയും ചെയ്തു. പിന്നീട് ഏതാണ്ട് കൃത്യം 59 മിനിറ്റ് കൊണ്ട് ഈ മിഷൻ പൂർത്തിയാക്കി. 4 ഈ ഹെർക്കുലീസ് വിമാനങ്ങളും യാത്രക്കാരുമായിട്ട്, ബന്ദികളുമായിട്ട് സുരക്ഷിതമായിട്ട് എൻഡബെ എയർപോർട്ട് വിട്ട് പറന്ന് കെനിയയിൽ നെയ്റോബിയിൽ പറന്നിറങ്ങി. ഇതറിഞ്ഞ് അമ്പരന്നുപോയ ഈദി അമീൻ തൻ്റെ കലിയടക്കാനാകാതെ ആ സമയത്ത് ബന്ദികളുടെ കൂട്ടത്തിൽ രോഗം മൂർച്ഛിച്ചിട്ട്
ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ഒരു ജൂതവൃദ്ധ ഉണ്ടായിരുന്നു. അവരുടെ പേരായിരുന്നു ഡോറ ബ്ലോച്ച്. അവരെ ക്രൂരമായിട്ട് കൊല ചെയ്യുകയാണുണ്ടായത്. അവിടം കൊണ്ടും ഇദ്ദേഹത്തിൻ്റെ കലി തീരുന്നില്ല. അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു? അന്ന് ഉഗാണ്ടയിലുണ്ടായിരുന്ന കെനിയൻ വംശജരെ, നൂറുകണക്കിന് കെനിയൻ വംശജരെ കശാപ്പ് ചെയ്തു. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ എൻഡബെ എയർപോർട്ടിൽ നിന്നും പറന്നുയർന്ന 4 വിമാനങ്ങൾക്ക് ഇന്ധനം നിറക്കുവാനായിട്ട് അവിടെ കെനിയയിൽ നെയ്റോബിയിൽ ഇറങ്ങാൻ പെർമിഷൻ കൊടുത്തു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഉഗാണ്ടയിലുണ്ടായിരുന്ന കെനിയൻ വംശജരെ അവർ അങ്ങനെ വളരെ മൃഗീയമായിട്ട് അങ്ങനെ കൊല ചെയ്യുകയാണ് ഉണ്ടായത്. ഇന്ധനം നിറച്ച ശേഷം കെനിയയിലെ നെയ്റോബിയിൽ നിന്നും പറന്നുയർന്ന വിമാനങ്ങൾ ജൂലൈ 4-ാം തീയതി ബന്ദികളാക്കപ്പെട്ടവരുമായിട്ട് ഇസ്രായേലിലെ ടെൽ അവീവിലുള്ള ബെൻഗൂറിയൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ സുരക്ഷിതമായിട്ട് പറന്നിറങ്ങി. പിന്നീട് ഈ ബന്ദികൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവൻ നൽകിയ യൊനാഥൻ നെതന്യാഹുവിനെ രാജ്യം സകല ബഹുമതികളോടും കൂടെ ആദരിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ എൻഡബെ അഥവാ ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്നായിരുന്നു. ഇദ്ദേഹത്തോടുള്ള യൊനാഥൻ നെതന്യാഹുവിനോടുള്ള ആദരസൂചകമായിട്ട് ഈ ഓപ്പറേഷന് പുനർനാമകരണം ചെയ്തു. അതിങ്ങനെയായിരുന്നു, ഓപ്പറേഷൻ യൊനാഥൻ എന്നായിരുന്നു. അങ്ങനെ ചരിത്രത്തിലെ സ്മരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ യൊനാഥൻ എന്ന് പറയുന്ന കമാൻഡറും ഉൾപ്പെടുന്നു. മാത്രമല്ല, ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും അവിസ്മരണീയമായ റെസ്ക്യൂ മിഷനിൽ ഒന്നായി ഈ ഓപ്പറേഷൻ എൻഡബെ അല്ലെങ്കിൽ ഓപ്പറേഷൻ യൊനാഥൻ മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകമായ സവിശേഷത. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.